ഹായ് ഓൾ PSC പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്യുന്ന സയൻസ് ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവയിൽ എന്തു വഴിയാണ് ഇലകൾ ശ്വസിക്കുന്നത്? ഓപ്ഷൻ ബി, ആസ്യരന്ധ്രങ്ങൾ. ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് ഇലകൾ ശ്വസിക്കുന്നത്. കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. കോശത്തിന്റെ പവർ ഹൗസ് മൈറ്റോകോൺട്രിയ. മനുഷ്യന് എത്ര ജോഡി വാരിയെല്ലുകളുണ്ട്? 12 ജോഡി. മനുഷ്യന് 12 ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത്. സസ്യകോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഇവരിൽ ആരാണ്? സസ്യകോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ MJ ഷ്ലീഡൻ. ഓപ്ഷൻ ബി, MJ ഷ്ലീഡൻ ആണ് സസ്യകോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം 300. നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം 300. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം 300. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80. അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 126. അക്ഷാസ്ഥികൂടത്തിൽ 80 അസ്ഥികളും അനുബന്ധാസ്ഥികൂടത്തിൽ 126 അസ്ഥികളുമാണ് ഉള്ളത്. അക്ഷാസ്ഥികൂടവും അനുബന്ധാസ്ഥികൂടവും ചേർന്ന് മനുഷ്യ ശരീരത്തിൽ ആകെ അസ്ഥികളുടെ എണ്ണം 206. എന്നാൽ നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം 300 ആണ്. പേശികൾ വിവിധ തരം: അസ്ഥിപേശി അല്ലെങ്കിൽ രേഖാന്തിത പേശി, മിനുസപേശി അല്ലെങ്കിൽ രേഖാശൂന്യ പേശി, ഹൃദയപേശി അല്ലെങ്കിൽ കാർഡിയാക് മസിൽ. 3 തരത്തിലാണ് പേശികൾ: അസ്ഥിപേശി, മിനുസപേശി, ഹൃദയപേശി. അസ്ഥിപേശി. അസ്ഥിപേശികളുടെ പ്രത്യേകതകളാണ്: അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു. സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ് അസ്ഥിപേശികളിൽ. കുറുകെ വരകൾ കാണപ്പെടുന്നു. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന അസ്ഥിയാണ് അസ്ഥിപേശി. അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്ന ഭാഗം സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങൾ. കുറുകെ വരകൾ കാണപ്പെടുന്നു. മിനുസപേശി. ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിലും രക്തക്കുഴലുകളും കാണപ്പെടുന്നതാണ് മിനുസപേശി അല്ലെങ്കിൽ രേഖാശൂന്യ പേശി. ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്ന പേശിയാണ് മിനുസപേശി. സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങളാണ് മിനുസപേശിയിൽ. സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങളാണ് മിനുസപേശിയിൽ. കുറുകെ വരകളില്ല. കുറുകെ വരകളുള്ള പേശി അസ്ഥിപേശിയും വരകളില്ലാതെ കുറുകെ വരകളില്ലാത്ത പേശി മിനുസപേശിയുമാണ്. അനൈച്ഛിക ചലനങ്ങളെ സാധ്യമാക്കുന്നത് മിനുസപേശിയാണ്. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നത് മിനുസപേശി. ഹൃദയപേശി. ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്നു. ഹൃദയപേശി ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്നു. ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണ് ഹൃദയപേശിയിൽ. കുറുകെ വരകൾ കാണപ്പെടുന്നു. കുറുകെ വരകൾ കാണപ്പെടുന്നു ഹൃദയപേശിയിൽ. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന 2 പേശികളാണ് മിനുസപേശിയും ഹൃദയപേശിയും. കുറുകെ വരകൾ ഉള്ളത് ഹൃദയപേശിയും കുറുകെ വരകളില്ലാത്തത് മിനുസപേശിയുമാണ്. ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്നു ഹൃദയപേശി. ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണ്. കുറുകെ വരകൾ കാണപ്പെടുന്നു. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. മിനുസപേശി ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്നു. സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങളാണ്. കുറുകെ വരകളില്ല. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. അസ്ഥിപേശി അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു. സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ്. കുറുകെ വരകൾ കാണപ്പെടുന്നു. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. SCRTയിലെ ഈ ഒരു ബോക്സിൽ നിന്ന് ഒരുപാട് തവണ പേസ് റിപ്പീറ്റ് തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഹീമോഗ്ലോബിൻ. 4 പ്രോട്ടീൻ ഇഴകളും ഇരുമ്പടങ്ങിയ ഹീമും ചേർന്നതാണ് ഹീമോഗ്ലോബിന്റെ ഘടന. 4 പ്രോട്ടീൻ ഇഴകളും ഇരുമ്പടങ്ങിയ ഹീമും ചേർന്നതാണ് ഹീമോഗ്ലോബിന്റെ ഘടന. ഹീമിലെ ഇരുമ്പുമായാണ് ഓക്സിജൻ കൂടിച്ചേരുന്നത്. ഹീമിലെ ഇരുമ്പുമായാണ് ഓക്സിജൻ കൂടിച്ചേരുന്നത്. പ്രോട്ടീൻ ഇഴകളും ഹീമും 4 എണ്ണം വീതം ഉള്ളതിനാൽ ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 ഓക്സിജൻ തന്മാത്രകളെ വഹിക്കാൻ കഴിയും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് എത്ര ഓക്സിജൻ ആറ്റങ്ങളെ വഹിക്കാൻ കഴിയും? ആൻസർ 4. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 ഓക്സിജൻ ആറ്റങ്ങളെ വഹിക്കാനുള്ള കഴിവുണ്ട്. കാരണം പ്രോട്ടീൻ ഇഴകളും ഹീമും 4 എണ്ണം വീതം ഉള്ളതിനാലാണ് ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 ഓക്സിജൻ തന്മാത്രകളെ വഹിക്കാനുള്ള കഴിവുള്ളത്. 4 പ്രോട്ടീൻ ഇഴകളും ഇരുമ്പുമടങ്ങിയ ഹീമും ചേർന്നതാണ് ഹീമോഗ്ലോബിന്റെ ഘടന. കരൾ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ എൻസൈമുകളില്ല. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ എൻസൈമുകളില്ല.
കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നതിലൂടെ അവ ദഹനത്തെ സഹായിക്കുന്നു. കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നതിലൂടെ അവ ദഹനത്തെ സഹായിക്കുന്നു. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം പിത്താശയത്തിൽ സംഭരിക്കുന്നു. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം പിത്താശയത്തിലാണ് സംഭരിക്കുന്നത്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിന് എൻസൈമുകളില്ല. ഇത് സംഭരിക്കുന്നത് പിത്താശയത്തിലാണ്. കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ദഹനത്തിന് സഹായിക്കുന്നത്. ക്രോമസോമുകളും രോഗങ്ങളും. ചില രോഗങ്ങൾക്ക് ജനിതകപരമായ കാരണങ്ങളുണ്ട്. ഉദാഹരണമായി മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിന്റെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്കും ക്രോമസോം നമ്പർ 14 ജീനിന്റെ തകരാറ് അൽഷിമേഴ്സ് രോഗത്തിനും കാരണമാകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോം നമ്പർ 9 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നതാണ്. ഓർത്തുവെക്കണം, ക്രോമസോം നമ്പർ 11 തകരാറ് മൂലമാണ് സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗമുണ്ടാകുന്നത്. ക്രോമസോം നമ്പർ 14 ജീനിന്റെ തകരാറ് മൂലമാണ് അൽഷിമേഴ്സ് രോഗത്തിന് കാരണമാകുന്നത്. ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോം നമ്പർ 9 തകരാറ് മൂലമാണ്. നമ്പർ 11 സിക്കിൾ സെൽ അനീമിയ, 14 നമ്പർ 14 തകരാറ് മൂലം അൽഷിമേഴ്സ്, നമ്പർ 9 ത്വക്കിലെ ക്യാൻസറായ മെലനോമയ്ക്ക് കാരണമാകുന്നു. PSC പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഗവേഷണ കേന്ദ്രങ്ങൾ. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, കണ്ണൂർ ജില്ലയിലെ പന്നിയൂരാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, തൃശൂർ. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര, തൃശൂർ. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര, തൃശൂർ. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം, മലപ്പുറം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം, മലപ്പുറം. കശുവണ്ടി ഗവേഷണ കേന്ദ്രമാണ് മടക്കത്തറ, തൃശൂർ. ആനക്കയം, മലപ്പുറം, മടക്കത്തറ, തൃശൂർ എന്നിവിടങ്ങളാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ, ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ, വയനാട്. ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ, ഇടുക്കി. ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ, ഇടുക്കി. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടേൽ, കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടേൽ. ഓർത്തിരിക്കാനുള്ള കോഡ് നമ്മൾ ചുണ്ടയിൽ വെച്ചിട്ടല്ലേ കാപ്പി കുടിക്കുക, അപ്പൊ കാപ്പി ചൂണ്ടേൽ. അടയ്ക്ക ഗവേഷണ കേന്ദ്രം പാലോട്, അടയ്ക്ക ഗവേഷണ കേന്ദ്രം പാലോട്, തിരുവനന്തപുരം. പീച്ചി, തൃശൂർ. പാലോട്, തിരുവനന്തപുരം, പീച്ചി, തൃശൂർ. റിപ്പീറ്റ് ചെയ്യാം. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, കണ്ണൂർ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, തൃശൂർ. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര, തൃശൂർ. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം, മലപ്പുറം, മടക്കത്തറ, തൃശൂർ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ, വയനാട്. ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ, ഇടുക്കി. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ, വയനാട്. അടയ്ക്ക ഗവേഷണ കേന്ദ്രം പാലോട്, തിരുവനന്തപുരം, പീച്ചി, തൃശൂർ. കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം. കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല, മേനോൻപാറ, പാലക്കാട്. കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല, മേനോൻപാറ, പാലക്കാട്. വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം കരമന, തിരുവനന്തപുരം ജില്ലയിലെ കരമനയിലാണ് വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം. വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം കരമന, തിരുവനന്തപുരം. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി, പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി, എറണാകുളം. ഓടയിലൊക്കെ അല്ലേ പുല്ല് വളരുക. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി, എറണാകുളം. അങ്ങനെ ഓർത്തു വയ്ക്കുക. എള്ള് ഗവേഷണ കേന്ദ്രം ഓണാട്ടുകര, എള്ള് ഗവേഷണ കേന്ദ്രം ഓണാട്ടുകര, എള്ള് ഗവേഷണ കേന്ദ്രം ഓണാട്ടുകര. കണ്ടൽവന ഗവേഷണ കേന്ദ്രം ആയിരം തെങ്ങ്, കൊല്ലം. കണ്ടൽവന ഗവേഷണ കേന്ദ്രം ആയിരം തെങ്ങ്, കൊല്ലം. നെല്ല് ഗവേഷണ കേന്ദ്രം 4 ഇടങ്ങളിലാണ്: പട്ടാമ്പി, മാങ്കൊമ്പ്, കായംകുളം, വൈറ്റില. നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പി, മാങ്കൊമ്പ്, കായംകുളം, വൈറ്റില. കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തി, കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തി. കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല, മേനോൻപാറ, പാലക്കാട്. വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം കരമന, തിരുവനന്തപുരം. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി, എറണാകുളം. എള്ള് ഗവേഷണ കേന്ദ്രം ഓണാട്ടുകര. കണ്ടൽവന ഗവേഷണ കേന്ദ്രം ആയിരം തെങ്ങ്, കൊല്ലം. നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ് പട്ടാമ്പി, മാങ്കൊമ്പ്, കായംകുളം, വൈറ്റില.
കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തി. മണ്ണ് സംരക്ഷണ ഗവേഷണ കേന്ദ്രം കോന്നി പത്തനംതിട്ട. മണ്ണ് സംരക്ഷണ ഗവേഷണ കേന്ദ്രം കോന്നി പത്തനംതിട്ട. ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം പാലോട്. ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രമാണ് പാലോട്. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം. പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ വാഴക്കുളം മൂവാറ്റുപുഴ. പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ വാഴക്കുളം മൂവാറ്റുപുഴ. മണ്ണ് സംരക്ഷണ ഗവേഷണ കേന്ദ്രം കോന്നി പത്തനംതിട്ട. ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം പാലോട്. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം. പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ വാഴക്കുളം മൂവാറ്റുപുഴ. ക്ലോണിങ്ങിലൂടെ പിറന്ന ആദ്യ ജീവികൾ. ക്ലോണിങ്ങിലൂടെ പിറന്ന ആദ്യ ചെമ്മരിയാടാണ് ഡോളി. ചെമ്മരിയാട് ഡോളി. പൂച്ച കോപ്പി കാറ്റ്. ക്ലോണിങ്ങിലൂടെ പിറന്ന ആദ്യ പൂച്ചയാണ് കോപ്പി കാറ്റ്. നായ സ്നൂപ്പി. നായ സ്നൂപ്പി. ഒട്ടകം ഇൻജാസ്. ഒട്ടകം ഇൻജാസ്. കുതിര പ്രൊമിത്യ. കുതിര പ്രൊമിത്യ. എരുമ സംരൂപ. എരുമ സംരൂപ. കുരങ്ങ് ടെട്ര. കുരങ്ങ് ടെട്ര. ക്ലോണിങ്ങിലൂടെ പിറന്ന ആദ്യ ചെമ്മരിയാടാണ് ഡോളി, പൂച്ച, കോപ്പി കാറ്റ്, നായ, സ്നൂപ്പി, ഒട്ടകം, ഇൻജാസ്, കുതിര, പ്രൊമിത്യ, എരുമ, സംരൂപ, കുരങ്ങ്, ടെട്ര. ആദ്യത്തെ കൃത്രിമ മൂലകമാണ് ടെക്നീഷ്യം. ആദ്യത്തെ കൃത്രിമ മൂലകമാണ് ടെക്നീഷ്യം. ആദ്യത്തെ കൃത്രിമ നാര് റയോൺ. ആദ്യത്തെ കൃത്രിമ നാരാണ് റയോൺ. ആദ്യത്തെ കൃത്രിമ പഞ്ചസാര സാക്കറിൻ. ആദ്യത്തെ കൃത്രിമ പഞ്ചസാര സാക്കറിൻ. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ്. ആദ്യ കൃത്രിമ നാര് റയോൺ. ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യം. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ്. പ്ലാസ്റ്റിക് ബേക്കലൈറ്റ്. ആദ്യത്തെ കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ. ആദ്യത്തെ കൃത്രിമ റബ്ബർ നിയോപ്രീൻ. ആദ്യത്തെ കൃത്രിമ റബ്ബർ നിയോപ്രീൻ. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ എ. ഗോയിറ്റർ ബാധിക്കുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ഗോയിറ്റർ ബാധിക്കുന്ന ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. സിറോഫ്താൽമിയ എന്ന വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വൈറ്റമിൻ എ. സിറോഫ്താൽമിയ ഏത് വൈറ്റമിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വൈറ്റമിൻ എ. എല്ലുകളും പല്ലുകളും നശിക്കാൻ കാരണമായ മൂലകമാണ് ഫ്ലൂറിൻ. എല്ലുകളും പല്ലുകളും നശിക്കാൻ കാരണമായ മൂലകം ഫ്ലൂറിൻ. ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണ? വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ഡോട്ട്സ് ചികിത്സാ സംവിധാനം ബന്ധപ്പെട്ടിരിക്കുന്ന രോഗം ക്ഷയം. ക്ഷയരോഗത്തിന്റെ ചികിത്സാ സംവിധാനമാണ് ഡോട്ട്സ്. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിൻ വൈറ്റമിൻ ഇ. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. അരുടെ രക്താണുക്കൾ വളഞ്ഞ് അരിവാൾ പോലെ ആകുന്ന അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ. അരുടെ രക്താണുക്കൾ വളഞ്ഞ് അരിവാൾ പോലെ ആകുന്ന അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ. എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണുവാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് HIV. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന രോഗാണു HIV അല്ലെങ്കിൽ ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. ശരീരത്തിൽ രക്തത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകമാണ് ഫോളിക് ആസിഡ്. ശരീരത്തിൽ രക്തത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകമാണ് ഫോളിക് ആസിഡ്. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം. മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് കരൾ. സിറോസിസ് ബാധിക്കുന്ന ശരീരഭാഗവും കരൾ തന്നെ. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം, സിറോസിസ് ബാധിക്കുന്ന ശരീരഭാഗവും കരൾ. വൈറ്റമിൻ കെ എന്തിനു സഹായിക്കുന്നു? വൈറ്റമിൻ കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. ന്യൂമോണിയ ബാധിക്കുന്ന അവയവം ശ്വാസകോശം. ന്യൂമോണിയ ബാധിക്കുന്ന അവയവം ശ്വാസകോശം. ബാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലേറിയ. ബാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന രോഗമാണ് മലേറിയ. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം കുഷ്ഠം. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗമാണ് കുഷ്ഠം. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഈഡീസ് ഈജിപ്തി. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകാണ് ഈഡീസ് ഈജിപ്തി. ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് ബെറിബറി ഉണ്ടാകുന്നത്? B1. B1 വൈറ്റമിൻ്റെ
അപര്യാപ്തത മൂലമാണ് ബെറിബറി എന്ന രോഗമുണ്ടാവുന്നത്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതുവാണ് ഇരുമ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ഇരുമ്പ്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠം. അശ്വമേധം പദ്ധതി കുഷ്ഠവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഡി. സാൾസ് ബാധിക്കുന്ന ശരീരഭാഗമാണ് ശ്വാസകോശം. സാൾസ് ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശം. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണുവാണ് ബാക്ടീരിയ. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു ബാക്ടീരിയ. രക്തത്തിൽ കാൽസ്യത്തിന്റെ സാധാരണ തോത് 9-11 mg. സിഫിലിസ് രോഗത്തിന് കാരണമായ രോഗകാരി ട്രെപ്പാനിമ പലേഡിയം. ട്രെപ്പാനിമ പലേഡിയമാണ് സിഫിലിസ് എന്ന രോഗത്തിന് കാരണമായ രോഗകാരി. വൈറ്റമിൻ B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം പെല്ലഗ്ര. B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. BCG കുത്തിവെപ്പ് കുട്ടികളിൽ ഏത് രോഗം തടയാനാണ്? ക്ഷയരോഗം. ക്ഷയരോഗം തടയാനുള്ള കുത്തിവെപ്പാണ് BCG. ജീവക സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം സ്കർവി. ജീവക സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. ജീവകം K ധാരാളം അടങ്ങിയ ഭക്ഷ്യവസ്തുവാണ് പച്ചക്കറികൾ. ജീവകം K ധാരാളം അടങ്ങിയ ഭക്ഷ്യവസ്തുവാണ് പച്ചക്കറികൾ. ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായ വൈറസാണ് ആൽഫ വൈറസ്. ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായ വൈറസ് ആൽഫ വൈറസ്. കരളിൽ സംഭരിക്കുന്ന ജീവകമാണ് ജീവകം A. വൈറ്റമിൻ A ആണ് കരളിൽ സംഭരിക്കുന്ന ജീവകം. ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായ വൈറസാണ് ആൽഫ വൈറസ്. ജീവകം K ധാരാളം അടങ്ങിയ ഭക്ഷ്യവസ്തുവാണ് പച്ചിലക്കറികൾ.